ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ലെബനനൊപ്പം തുർക്കിയും ചേരുന്നുണ്ടോ? അതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഒക്ടോബർ 8-ന് തുർക്കി വിദേശകാര്യമന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചന നൽകിയത്. ലെബനനിലേക്ക് 2 നേവി കപ്പലുകളെ അയച്ചതായാണ് തുർക്കി വിദേശകാര്യമന്ത്രിയുടെ പ്രഖ്യാപനം. തുർക്കിയും ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നുവെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനം ഇതാണ്. എന്നാൽ ലെബനനിലുള്ള തുർക്കി പൗരന്മാരെ ഒഴിപ്പിക്കാനാണ് കപ്പലുകൾ അയക്കുന്നതെന്ന വിശദീകരണമാണ് തുർക്കി നൽകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച രാജ്യമാണ് തുർക്കി. UN ജനറൽ അസംബ്ലിയിലും ഇസ്രായേലിനും നെതന്യാഹുവിനുമെതിരെ അതിശക്തമായ വിമർശനം ഈ നാറ്റോ രാജ്യം ഉയർത്തിയിട്ടുണ്ട്. കൊലയാളികൾ എന്നാണ് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ നെതന്യാഹുവിനെയും കൂട്ടരെയും UN ജനറൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം നേരിടാൻ കരുത്തില്ലാതെ UN നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും എർദോഗാൻ ആരോപിച്ചിരുന്നു. ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളുടെ സഖ്യം വേണമെന്ന ആവശ്യം തുർക്കി ഉയർത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം നേരിടുന്ന ലെബനന് തുർക്കി സഹായവും നൽകുന്നുണ്ട്. തുർക്കി വിദേശകാര്യമന്ത്രി ഒക്ടോബർ 6-ന് ലെബനൻ പ്രധാനമന്ത്രിയെ ടെലിഫോണിൽ ബന്ധപ്പെട്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. കരയാക്രമണത്തിൽ കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിയാതെ വന്നതോടെ ഇസ്രായേൽ ലെബനനിൽ വ്യോമാക്രമണം തുടങ്ങിയിരുന്നു. ബെയ്റൂത്തിലും മറ്റു മേഖലകളിലും ഇസ്രായേൽ കനത്ത ബോംബാക്രമണം തുടരുന്നതിനിടെയാണ് തുർക്കി സഹായഹസ്തം നീട്ടിയിരിക്കുന്നത്. ഗസ ഇസ്രായേൽ യുദ്ധത്തിൽ തുർക്കി ഇസ്രായേലിനെതിരെ ചേരുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. യുദ്ധത്തിൽ ലെബനനെ സഹായിക്കാൻ തയ്യാറാണെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ലെബനീസ് പ്രധാനമന്ത്രി അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാനുഷിക സഹായവും ലെബനന് നൽകാൻ തുർക്കി തയ്യാറാണെന്ന് ലെബനനെ അറിയിച്ചെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഇരു രാജ്യങ്ങളും പുതിയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്തെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ തുർക്കി സന്നദ്ധ സംഘടനകൾ ലെബനന് മാനുഷിക സഹായം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിരുന്നു. സെപ്റ്റംബറിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ലെബനനിലേക്ക് തുർക്കി ഒരു മിലിറ്ററി കാർഗോ പ്ലെയിൻ അയച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച 30 ടൺ മെഡിക്കൽ സഹായം തുർക്കി ലെബനന് നൽകിയെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു.